ഇതാ ക്രിസ്തീയ പോരാട്ടത്തിൽ ജയിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആയുധങ്ങൾ നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പോരായ്മകളെ അറിയുന്ന ദൈവാത്മാവ് നമ്മെ നടത്തുകയും സഹായിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ നാം ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യും തോറും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അധിവാസം നമുക്ക് അധികമായിട്ട് യാഥാർത്ഥ്യമായി തീരുകയാണ്. യെസ്, ഒരു വിശ്വാസി ദൈവാത്മാവിന് കീഴ്പ്പെടുകയും അനുസരിക്കുകയും ചെയ്യുക മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവിൽ വസിക്കുകയും ചെയ്യേണ്ടതാകുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുകൂടാതെ ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഈ എപ്പിസോഡിലൂടെ ഹൃദ്യമായിട്ട് ഇടപെടാനായിട്ട് പോകുകയാണ്, സംസാരിക്കാനായിട്ട് പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടുകൂടെ തുടർന്നുള്ള സമയങ്ങളിൽ ആയിരിക്കുക എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലായിരിക്കുന്ന ലിജി സിസ്റ്റർക്കായിട്ട്, കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. 2 വയസ്സ് മാത്രം പ്രായമുള്ള ഇവാന് വേണ്ടി ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യത്തോടെ കാണപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ശ്വാസം മുട്ടലിൽ നിന്ന് പരിപൂർണ വിടുതൽ ഉണ്ടാകട്ടെ. പലപ്പോഴും അത് നിമിത്തമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകപ്പെടുന്നുണ്ട്. ആ വിഷയത്തിൽ സ്വർഗസ്ഥനായ ദൈവം ഒരു പരിപൂർണ സൗഖ്യം കൊടുത്തു മാനിക്കേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ലിജി സിസ്റ്റർക്ക് ഒരു ഗവൺമെൻറ് ജോലി എത്രയും പെട്ടെന്ന് ആവശ്യമാണ്. സ്വർഗസ്ഥനായ ദൈവം നൽകിക്കൊടുത്ത് ആദരിക്കണം പ്രാർത്ഥിക്കാൻ പോകുന്നു. ഹസ്ബൻഡ് ഷിബിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കിൻ ഡിസീസ് മാറിപ്പോകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മകൾ അൽഫിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളർന്നു വരേണ്ടതിന് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ ഫേവർ ആ പ്രിയ മകളുടെ മേൽ വെളിപ്പെട്ട് വരേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിഷ്മയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു തലമുറയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അനുകൂലത പ്രിയ മകളിൽ വെളിപ്പെട്ട് വരട്ടെ. ഫാദർ അനിൽകുമാറിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ നിലകളിലും ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരം ജില്ലയിലായിരിക്കുന്ന ലിജി സിസ്റ്റർക്കായിട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 വയസ്സ് പ്രായമുള്ള ഇവാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം, ആരോഗ്യമുള്ളവനായി മാറട്ടെ. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശ്വാസം മുട്ടലിൽ നിന്ന് സ്വർഗസ്ഥനായ ദൈവം ഒരു അത്ഭുത സൗഖ്യം കൊടുത്താട്ടെ. അതുപോലെ തന്നെ ലിജി സിസ്റ്റർക്ക് ഒരു ഗവൺമെൻറ് ജോലി അത്യാവശ്യമായിരിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം ഈ ദിവസങ്ങൾ വഴിയും വാതിലും തുറന്നു കൊടുത്ത് സഹായിച്ചാട്ടെ. ഹസ്ബൻഡിന് വേണ്ടി ഷിബിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്കിൻ ഡിസീസ് യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ. മകൾ അൽഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ. നിഷ്മയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു തലമുറയെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം 2025 ഒരു തലമുറയെ കൊടുത്ത് ആദരിക്കണം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫാദറിന് അനിൽകുമാറിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാ നിലകളിലും ഈ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുടുംബം ദൈവത്താൽ മാനിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായിട്ട് നിങ്ങളായിരിക്കുന്ന രാജ്യത്ത്, ദേശത്ത്, ഓഫീസ് റൂമിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സന്തോഷത്തിലേക്കുള്ള ചുവടുകൾ. ആ വിഷയത്തെ ആസ്പദമാക്കി പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആലോചനകളും ദൂതുകളും നിങ്ങളിലേക്ക് ഈ അവസരത്തിൽ കൈമാറട്ടെ. ശ്രദ്ധിച്ചാട്ടെ. യേശു ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുണ്ടായി, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇതൊക്കെയുമെന്ന് യേശു പറഞ്ഞത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ
ആഹാരത്തെപ്പറ്റി, പാനീയത്തെപ്പറ്റി, വസ്ത്രം, പാർപ്പിടം എന്നിവയെ കുറിച്ച് ആകുന്നു. നമ്മുടെ ബേസിക് നീഡാണ് ആഹാരം എന്ന് പറയുന്നത്, വെള്ളമെന്ന് പറയുന്നത്, വസ്ത്രം, പാർപ്പിടം. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. ഇവ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമാകാതെ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ആ ആവശ്യതകൾ ദൈവം നൽകിത്തരും എന്നാണ് യേശു അർത്ഥമാക്കിയിരിക്കുന്നത്. നമ്മുടെ നന്മയ്ക്കും അവൻ്റെ മഹത്വത്തിനുമായിട്ട് ദൈവം ഇങ്ങനെ പദ്ധതി ചെയ്തിരിക്കുന്നത്. അവൻ്റെ പദ്ധതി നമ്മളിലൂടെ നടത്തിയെടുക്കാൻ വേണ്ടി, അവൻ്റെ നാമത്തിനും മഹിമയ്ക്കായിട്ട്, നമ്മുടെ നന്മയ്ക്കും വേണ്ടിയിട്ടൊക്കെ കർത്താവ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന അഹങ്കാരം ഒരിക്കലും നിങ്ങൾ പറയരുത്. നമ്മുടെ നീതി കരപുരണ്ട തുണി പോലെയാണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. രക്ഷാപ്രവർത്തികളാലല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്നും നാം ഒരിക്കൽ പോലും മറന്നു പോകരുത്. ദൈവം ആളുകളെ അയക്കുന്നത് താഴ്മ എന്ന ചെറിയ അളവുകോൽ കൊണ്ടാണ്. ദൈവം ആളുകളെ അളക്കുന്നത്, നമ്മെ ഓരോരുത്തരും അളന്ന് അനേക ദേശത്തിലേക്ക് അയക്കുന്നത് താഴ്മ എന്ന ചെറിയ അളവുകോൽ കൊണ്ടാണെന്നറിയുക. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. വിശ്വാസ പ്രമാണങ്ങളോ സംസ്കാരങ്ങളോ നമുക്കുള്ള ബഹുമാന്യതകളോ അല്ല നമ്മെ രക്ഷിക്കുന്നതെന്നറിയുക. യേശു ക്രിസ്തുവാണ് നമ്മെ രക്ഷിക്കുന്നതെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നിങ്ങൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൗതികമായിട്ടുള്ള യാതൊന്നും നിങ്ങളെ രക്ഷിച്ച് വീണ്ടെടുക്കാനായിട്ട് വരത്തില്ല, അവയ്ക്കൊന്നും സാധ്യമായി തീരത്തില്ല. എന്നാൽ യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ എന്ന് പറയുന്നത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 1:12. ഇനി ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചാട്ടെ. കർത്താവിനെ കൈക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും യേശു ക്രിസ്തുവിനെ അംഗീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും ഒരു ഉദാഹരണ സഹിതം പറയാൻ പോകുന്നു. നിങ്ങൾ അമേരിക്കയിലേക്കൊരു വിമാനത്തിൽ പോകുവാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ ട്രാവൽ ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട് വിമാനത്തിൻ്റെ സമയം അറിഞ്ഞിട്ട് പോകേണ്ട സമയം ഏതെന്ന് തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച ശേഷം വിസ എടുത്ത് ടിക്കറ്റൊക്കെ ശരിയാക്കുന്നു. മുമ്പ് വിമാനത്തിൽ അമേരിക്കയിലേക്ക് പറന്നിട്ടുള്ള പലരെയും കണ്ട് സംസാരിക്കുന്നു. നിങ്ങൾ അമേരിക്കയിൽ ചെന്നിറങ്ങിയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതിനെ പറ്റി നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് മുന്നമേ പോയിട്ടുള്ള നിങ്ങളുടെ സ്നേഹിതന്മാരോട് സകല ഡീറ്റെയിൽസും നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. വിമാന കമ്പനിയുടെ സുരക്ഷിത റിപ്പോർട്ടുകൾ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി പരിശോധിക്കുന്നു, ഗൂഗിളിലൊക്കെ ചെന്ന് പരിശോധിക്കുന്നു. യാത്ര ചെയ്യേണ്ടുന്ന വിമാന കമ്പനിയും അതിൻ്റെ പൈലറ്റ് കുഴപ്പമില്ലാത്തതും വിശ്വാസയോഗ്യമാണെന്നും നിങ്ങൾ അവസാനത്തിൽ വിലയിരുത്തുകയാണ്. എന്നെ കടൽ കടന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുവാൻ ഈ വിമാന കമ്പനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പറയുന്നു. ടിക്കറ്റ് എടുത്ത് നിങ്ങൾ എയർപോർട്ടിലേക്ക് കൃത്യസമയത്ത് തന്നെ കടന്നു ചെന്നിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം നിങ്ങൾ ചെയ്തുവെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ കടൽ കടന്ന് നിങ്ങൾക്ക് അമേരിക്കയിലെത്താൻ കഴിയത്തില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ വിമാനത്തിൽ കയറാത്തിടത്തോളം സമയം, കയറാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും നമ്മുടെ ദേശത്തു നിന്നും അമേരിക്കയിലേക്ക് ചെന്നെത്തപ്പെടാൻ കഴിയത്തില്ല. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയാണ്. ഇതേപോലെയാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച്
അറിഞ്ഞതുകൊണ്ട് മാത്രം മതിയാകത്തില്ല. അനേക വ്യക്തി ജീവിതങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അവൻ ലോകത്തിന്റെ രക്ഷകനാണെന്ന് പലർക്കും നല്ല ബോധ്യമുണ്ട്. അതും മതിയാകത്തില്ല. അപ്പോസ്തലിക പ്രമാണം ഏറ്റുപറഞ്ഞാൽ മതിയാകില്ല. അവൻ മറ്റുള്ളവരെ രക്ഷിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചത് കൊണ്ടും ആയില്ല, രക്ഷപ്പെടത്തില്ല. എന്ത് വേണം? നമ്മുടെ ജീവിതം യേശു ക്രിസ്തുവിനായിട്ട് സമർപ്പിച്ച് അവനെ നമ്മുടെ വ്യക്തിപരമായ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നതുവരെ നമ്മുടെ വിശ്വാസം യാഥാർത്ഥ്യമായിട്ടില്ല എന്നറിയുക. പ്രിയരെ, ഞാൻ ഉദാഹരണ സഹിതം നിങ്ങളോട് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതട്ടെ. ഒരു ബാങ്കിലുള്ള നമ്മുടെ വിശ്വാസം തെളിയിക്കുന്നത് നമ്മുടെ പണം അവിടെ നിക്ഷേപിക്കുമ്പോൾ മാത്രമാണ്. ഒരു ഡോക്ടറിലുള്ള നമ്മുടെ വിശ്വാസം തെളിയിക്കുന്നത് രോഗം വരുമ്പോൾ പണം ചെലവഴിച്ച് അദ്ദേഹത്തിൽ നിന്ന് ചികിത്സ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചെന്ന് പറയാൻ കഴിയത്തുള്ളൂ. മറ്റൊരു ഉദാഹരണം, ഒരു പടകിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റവും നന്നായി തെളിയിക്കുവാൻ സാധിക്കുന്നത് അതിൽ കയറി അല്പദൂരം പോകുമ്പോൾ മാത്രമാണെന്നറിയുക. അതുപോലെ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റവും നന്നായി തെളിയിക്കുവാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തെ അവനിൽ പൂർണ്ണമായിട്ടും ഫലമേൽപ്പിച്ച് നമ്മുടെ രക്ഷകനായി അവനെ നിരുപാധികം സ്വീകരിക്കുമ്പോഴാണ്. നാം ആ അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ നിലയിൽ ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഇതുവരെ നിങ്ങൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ ഇതാണ് നല്ല സമയമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അറിയിക്കട്ടെ. ഒരു പശ്ചാത്താപ ഹൃദയം നമുക്കുണ്ടായിരിക്കണം. മാനസാന്തരത്തിലേക്ക് വരാനുള്ളൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. ഏതു പാപിയെയും രക്ഷിക്കാൻ കഴിയുന്ന, ഏത് കഠിന ഹൃദയനെയും രക്ഷിക്കാൻ കഴിയുന്ന, ഒരുപാട് പാപത്തിന്റെ ശാപത്തിന്റെ കറകളുള്ള ഹൃദയത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണെന്ന് വീണ്ടും അറിയിക്കട്ടെ. ഒരു പശ്ചാത്താപ ഹൃദയം നമുക്കുണ്ടായിരിക്കണം. നാം അതിനെ നിലനിർത്തണം. വേദപുസ്തകം പറയുന്നു, തകർന്നും നുറങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാകുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ശുദ്ധീകരിക്കാൻ, നമ്മളെ വിശുദ്ധീകരിക്കാൻ, നമ്മളെ നിർമ്മലീകരിക്കാൻ, നമ്മളെ മകനാക്കി മാറ്റാൻ, നമ്മളെ മകളാക്കി മാറ്റാൻ കഴിയുന്ന യേശു ക്രിസ്തു എന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയട്ടെ. മാന്യനായ ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ക്ഷമാപണം ചോദിക്കാറുണ്ട്. ഒരു അരുതാത്ത പ്രവൃത്തിയിലൂടെയോ കൈപ്പുള്ള വാക്കിലൂടെയോ ദോഷചിന്തയിലൂടെയോ ദൈവത്തിൻ്റെ പ്രമാണം നാം ലംഘിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവത്തോട് ആ പാപം പറയേണ്ടതാകുന്നു. അങ്ങനെ അനേകർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടു വരികയാണ്. അങ്ങനെ അവൻ്റെ വാഗ്ദത്ത വചനം പോലെ അവൻ നമ്മോട് പൊറുക്കുകയും നമ്മുടെ ഹൃദയങ്ങളെ കഴുകി നമ്മളെ രൂപാന്തരപ്പെടുത്തി അവനോട് അനുരൂപരാക്കി തീർക്കുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിനോടുകൂടെ അനുരൂപമാക്കി മാറ്റാനാ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയെന്ന് ഇന്ന് പരിശുദ്ധാത്മാവിലൂടെ അനേകരോട് ദൂത് വിളിച്ചു പറയട്ടെ. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം കൂടി പറയട്ടെ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നാം കൂട്ടായ്മ കാണിക്കുന്നവർ ആയിരിക്കണം. നിങ്ങളുടെ അടുത്തുള്ള സ്നേഹിതന്മാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ബന്ധുമിത്രാദികൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ആവശ്യത്തിൽ നാം കൂട്ടായ്മ കാണിക്കുന്നവരായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്.
നാം അങ്ങനെ കൂട്ടായ്മ കാണിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ വെളിപ്പെടുത്തുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം ഒന്നാമതാണ്, മറ്റുള്ളവർ രണ്ടാമതാണ്, നാം ഒടുവിലുമാണെന്നറിയുക. വീണ്ടും പറയുന്നു, ക്രിസ്തീയ ജീവിതത്തിൽ നാം ഏറ്റവും അവസാനമാണ്. ദൈവമാണ് ഒന്നാമതായിരിക്കട്ടെ, മറ്റുള്ളവർ രണ്ടാമതായി വരട്ടെ, നാം ഒടുവിലും ആയിത്തീരട്ടെ. ഇങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. അതിനാൽ ആണ് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാം, കരയുന്നവരോടുകൂടെ കരയാം. നാം ഓരോരുത്തരും സഹതാപം ഉള്ളവരായിരിക്കണം. നമുക്ക് സഹതാപമുള്ളൊരു ഹൃദയമുണ്ടായിരിക്കണം. നമ്മുടെ ദൈവത്തിന് സഹതാപമുള്ളൊരു ഹൃദയമുണ്ട്, ഫേവർ കാണിക്കാനുള്ളൊരു ഹൃദയമുണ്ട്, മനസ്സലിവുള്ളൊരു ഹൃദയമുണ്ട്, കരുണ വെളിപ്പെടുത്താനുള്ള ഹൃദയമുണ്ട്, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ, കണ്ണുനീരിൽ കഴിയുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ഹൃദയം എൻ്റെ ദൈവത്തിനുണ്ടെന്നറിയുക. നാം ഓരോരുത്തരും അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും സഹതാപമുള്ളവരായിരിക്കണം, യേശുക്രിസ്തുവിൻ്റെ ഹൃദയമുള്ളവരായി തീരണം. സഹിക്കുന്നവരായിരിക്കണം, മനസ്സലിവുള്ളവരായിരിക്കണം. സഹിക്കാനും വഹിക്കാനും മനസ്സ് അലിവുള്ളവരായി മാറണം. അങ്ങനെ മാറുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി വരുന്നത്. ഓർക്കുക, പരസ്പരം പങ്കിടുന്ന സന്തോഷം പോലെ മറ്റൊരു സന്തോഷം ജീവിതത്തിൽ ഇല്ല എന്നറിയാം. പരസ്പരം പങ്കിടുന്ന സന്തോഷം പോലെ മറ്റൊരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. പങ്കിടാൻ വേണ്ടി, ഷെയർ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുകയാണ്. ലോകത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വായിക്കാൻ ബൈബിളില്ല എന്നത് വലിയൊരു സത്യമാണ്. നമ്മൾ ഓരോരുത്തരും ബൈബിൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മളിത് ഓർക്കേണ്ടതാണ്. സുവിശേഷം നാം കേൾക്കുമ്പോൾ തന്നെ ലോകത്തിലെ പകുതിയോളം ജനങ്ങൾ ഇനിയും സുവിശേഷത്താൽ ബന്ധിക്കപ്പെടുവാൻ ഉള്ളവരാണെന്ന് നാം ഓർക്കണം. നമുക്കിന്ന് ഫേസ്ബുക്കിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെയൊക്കെ 24 മണിക്കൂറും സുവിശേഷം കേൾക്കാനുള്ള സാഹചര്യം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. എന്നാൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സുവിശേഷത്താൽ ബന്ധിക്കപ്പെടുവാനുള്ള അവരിന്നും അത് കേട്ടിട്ടില്ല എന്നുള്ള സത്യം നാം ഓർക്കേണ്ടവരാണ്. ആയതിനാൽ നമ്മുടെ ജീവിതത്തിലും സഹായങ്ങളും പ്രാർത്ഥനകളും ഈ വേളകളിൽ ബന്ധിതരായി കഴിയുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി പങ്കിടാനുള്ളതുമായി തീരട്ടെ. പങ്കുവയ്ക്കുന്ന അനുഭവം, ഷെയർ ചെയ്യുന്നൊരു അനുഭവം. ഈ സന്ദേശം കോടിക്കണക്കിന് സാമ്പത്തികം കയ്യിലുള്ളവരൊക്കെ കേട്ടോണ്ടിരിക്കുക. നിങ്ങളുടെ നിക്ഷേപം അത് നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി മാത്രം അത് ഒതുങ്ങിക്കൂടാതെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ആയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കഷ്ടതയിൽ കഴിയുന്നവർക്കും വേണ്ടിയും കൂടെ പങ്കിടാനായിട്ടുള്ളതാണെന്നറിയുക. എന്നാരോടൊക്കെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളുടെ കരങ്ങളിൽ നൽകി തന്നിരിക്കുന്ന സാമ്പത്തിക നന്മകൾ മറ്റുള്ളവരുടെ ക്ഷേമത്തിനും കൂടെ പങ്കിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ഒരു പകുതി ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ ഒരിക്കലും തുടരരുത്. ഒരു പകുതി ക്രിസ്ത്യാനിയായിട്ട് മാത്രം ജീവിതം നയിക്കരുത്. പകുതി ക്രിസ്ത്യാനി, 2 യജമാന്മാരെ ഒരേപോലെ സേവിക്കുവാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെ ആർക്കും തന്നെ കഴിയത്തില്ല, അങ്ങനെ നടക്കത്തില്ല. ദൈവത്തെയും മാമോനെയും ഒരേപോലെ സേവിക്കാൻ സാധ്യമല്ലെന്നറിയുക. ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്ന അനേകരും പരിതസ്ഥിതി അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ ആ കൂട്ടത്തിൽ അകപ്പെട്ടു പോകരുത്. പലർക്കും സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരുമ്പോഴാ ദൈവത്തെ പിൻപറ്റാനായിട്ട് തയ്യാറാകുന്നത്. സാഹചര്യം അനുകൂലമല്ലെങ്കിൽ അവര് ഓടി അപ്രത്യക്ഷമാകും. നാം ആ കൂട്ടത്തിലായിരിക്കരുത്. നാം സമർപ്പണമുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കണം. യേശുക്രിസ്തുവിനെ പ്രതി സമർപ്പണമുള്ള ജീവിതം നയിക്കുന്നവരായിട്ട് മാറണം. ഇന്ന് ഈ സന്ദേശം വ്യത്യസ്ത തുറകളിൽ ഇരുന്നു കൊണ്ട് അനേകം മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ധാരാളം പേരോട് അറിയിക്കാനായിട്ടുള്ള ആലോചനയാണ്, സമർപ്പണമുള്ള ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കണം
2025 തൊട്ട് നയിക്കേണ്ടത്. അമേരിക്കയുടെ ദേശത്തിരുന്നു കൊണ്ട്, മറ്റ് വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട്, യൂറോപ്യൻ ദേശത്തിരുന്നു കൊണ്ട്, ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലിരുന്നു കൊണ്ട്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലിരുന്നു കൊണ്ട്, ഏഷ്യയുടെ പല ഭൂഖണ്ഡങ്ങളിൽ, പല രാജ്യങ്ങളിൽ ചിതറിപ്പാർത്തുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. അവരോട് അറിയിക്കാനുള്ള ഒരേ ഒരു സന്ദേശം എന്ന് പറയുന്നത്, നാം സമർപ്പണമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരായിട്ട് മാറണം. മറ്റുള്ളവർക്ക് പങ്കിടാനുള്ള, നമ്മുടെ ഭൗതിക നന്മകൾ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യാനുള്ള ഒരു മനോഭാവം, അങ്ങനെ ഒരു ഹൃദയം ഉണ്ടായി വരട്ടെ. വേദനയിൽ കഴിയുന്ന, നിരാശയിൽ കഴിയുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്ന അനേകരെ സഹായിക്കാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സുവിശേഷ വേലയെ സപ്പോർട്ട് ചെയ്യാനുള്ള നല്ല വിശാലമായുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് ചോദിക്കുകയുണ്ടായി, സുവിശേഷ പ്രവർത്തനത്തിന് ചെലവാക്കിയിട്ട് എന്താണ് പ്രയോജനം? ഇന്ന് ലോകം മുഴുവനും വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിലാണ് ഭീകരാക്രമണം. ഞാൻ അനേക വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അനേക നാളത്തെ ഒരു കണക്കാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് പോലുള്ള പല സ്ഥലങ്ങളിൽ ഈ സുവിശേഷം കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ പലരും ടെറർ ഗ്രൂപ്പിലൊക്കെ അകപ്പെട്ടു പോയേനെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, സുവിശേഷം ഒരുവന്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് അറിയുക. സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യനെ നേരെയാക്കാൻ കഴിയത്തുള്ളൂ. സുവിശേഷത്തിന് മാത്രമേ ഒരു വ്യക്തി ജീവിതത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. മറ്റൊരുത്തരൻ രക്ഷയിലെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഈ നാമത്തിനു മാത്രമേ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയത്തുള്ളെന്നറിയുക. അങ്ങനെയെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നല്ല എമൗണ്ട് ആവശ്യമാണ്, സാമ്പത്തിക ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തിക നന്മകൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവാക്കണം. അങ്ങനെ ചെലവാക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴായിരിക്കാം നിങ്ങൾക്കത് നന്നായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ മാത്രമല്ല അതിന് പ്രതിഫലം ലഭിക്കുന്നത്, നിത്യതയിലും അതിന് വലിയ പ്രതിഫലമുണ്ടെന്നറിയുക. വീണ്ടും പറയുന്നു, നാം സമർപ്പണമുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിട്ട് മാറണം. 2025 വരെ, ഈ 4ാമത്തെ മാസത്തിന്റെ അവസാന നിമിഷം വരെ നിങ്ങളൊരു ഓർഡർ ഇല്ലാതെയാണ് ജീവിച്ചതെങ്കിൽ, ഞാൻ ഈ സന്ദേശം കേട്ടതിന് ശേഷം തീരുമാനമെടുക്കണം, ഞാൻ സമർപ്പണമുള്ള ഒരു ദൈവ പൈതലായിട്ട് ഞാൻ ജീവിക്കും. കർത്താവിനെ പ്രതി ഞാൻ ജീവിക്കും. യേശുവിൻ്റെ നാമം ലോകമെമ്പാടും വ്യാപരിക്കാൻ വേണ്ടിയിട്ട് പടർന്ന് പന്തലിക്കാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുമെന്ന് തീരുമാനമെടുത്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുതാപമുള്ളൊരു ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. ഷെയർ ചെയ്യാനുള്ളൊരു ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. മനസ്സരിവുള്ളൊരു ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. മറ്റുള്ളവരുടെ കണ്ണുനീര് കാണുമ്പോൾ അവരുടെ ആവശ്യതകൾ നിറവേറ്റി കൊടുക്കാനുള്ള നല്ലൊരു ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തെ പ്രതി ചെലവാക്കാനുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള നല്ല ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. അങ്ങനെ സമർപ്പണമുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ജീവിതമായിട്ട് നിങ്ങളെ തന്നെ മാറ്റുമ്പോൾ, തീരുമാനമെടുക്കുമ്പോൾ, ഇന്ന് പകലിൽ ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, നിങ്ങളുടെ വിഷയങ്ങൾ ഒന്നുപോലും കുറയാതെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളുടെ ഈ ദിവസങ്ങളിലെ അനേക വർഷങ്ങളായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സകല വിഷയങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, സമർപ്പണമുള്ള ഒരു ജീവിതം നയിക്കണം. അനുഗ്രഹം എന്ന് പറയുന്നത് ചുമ്മാതെ കയറി വരികയില്ല. ഇന്ന് ഇസ്രായേൽ ലോകത്തിന് മുഴുവൻ ഒരു അത്ഭുതകരമായി നിൽക്കാനുള്ള ഒരേ ഒരു കാരണം എന്താണെന്നറിയാമോ? അബ്രഹാം ഒരു ദിവസം തേജോമനായ ദൈവത്തിൻ്റെ ആ വിളിയോട് പ്രതികരിച്ചതാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദേശത്തോട് പ്രതികരിക്കുന്നവർക്ക് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും വലിയൊരു ബ്ലെസ്സിങ് ഉണ്ടെന്ന് ഞാൻ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇലോഹി മിനിസ്ട്രിയുടെ പാസ്റ്റർ എനിക്ക് വേണ്ടിയിട്ട് യൂട്രസിലെ ഫൈബ്രോയിഡിൻ്റെ പ്രോബ്ലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞത് പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യവും ആരോഗ്യവും ബലവും ഒക്കെ ദൈവം തരുമെന്നാണ്. ഒന്നിനാലും ഭാരപ്പെടേണ്ട എന്ന് പറഞ്ഞു. അത് ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഫൈബ്രോയിഡിൻ്റെ ചെറിയ കുരുക്കൾ പോലത്തെ വിഷയമേ ഉള്ളൂ, ഇപ്പം എന്തായാലും സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു വിഷയത്തിൽ ദൈവം വലിയൊരു വിടുതൽ അയച്ചു. അതിനൊത്തിരി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച പാസ്റ്റർക്കുള്ള വിലയേറിയ നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് പാസ്റ്റർ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതിൽ 1000 നന്ദി. താങ്ക്സ്. പ്രാർത്ഥിക്കാൻ പോവാ. കണ്ണുകൾ അടച്ച തീരുമാനങ്ങൾ എടുക്കാം. ആരാണ് സമർപ്പണമുള്ള ഹൃദയത്തോടുകൂടെ മുൻപോട്ട് വരുന്നത്? പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് സമർപ്പണ ബോധത്തോടെ മുൻപോട്ട് കടന്നു വന്ന ഞങ്ങളുടെ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജമ്മു ആൻഡ് കാശ്മീരിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണ നിമിത്തം അനേകരാണ് കണ്ണുനീരിൽ കഴിയുന്നത്. അനേക കുടുംബങ്ങൾ കണ്ണുനീരിൽ കഴിയുന്നു. രാജ്യത്തിന് വലിയൊരു മുറിവ് ഏറ്റിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ ദേശത്തുണ്ടാകാതിരിക്കട്ടെ, മറ്റൊരു സ്ഥലത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രാജ്യം സുരക്ഷിതമായി തീരട്ടെ. അതേപോലെ തന്നെ സൗദി അറേബ്യയുടെ ദേശത്തായിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുകയാണ്. ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രിയ സിസ്റ്റർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്തെ ആ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പലപ്പോഴും തന്നെ ശത്രു പോരാട്ടം ഇട്ടുകൊണ്ട് തൻ്റെ മനസ്സിനെ മടുപ്പിക്കുന്ന, പ്രതികൂലത്തിലാക്കി മാറ്റുന്ന, വളരെ ബുദ്ധിമുട്ടിലാക്കി മാറ്റുന്ന ആ സിസ്റ്ററുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ദൈവിക സമാധാനം ഉണ്ടാകട്ടെ. ആ ജോലി സ്ഥലത്ത് സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ. സമാധാനത്തോടെ ജോലി ചെയ്യാനുള്ള എല്ലാ വഴികളും തുറന്നു വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം ഉണ്ടായി വരട്ടെ. അതുപോലെ തന്നെ പ്രിയ സിസ്റ്ററുടെ നാട്ടിലായിരിക്കുന്ന കുടുംബത്തിനായി, ഹസ്ബൻഡിനായി, കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, കുഞ്ഞുങ്ങളെ കർത്താവ് വിടുവിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പരീക്ഷയ്ക്ക് എഴുതി നല്ല റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. നല്ലൊരു വിജയം ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ പേരൻസിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ, പേരൻസ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വർഷം മുഴുവൻ ദൈവത്തിന്റെ ഫേവർ ഈ കുടുംബത്തിൽ വെളിപ്പെട്ട് വരേണ്ട ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആഭിചാര കെട്ടുകളും നീങ്ങി മാറട്ടെ. ഒരു വലിയ വിജയം പ്രിയ സിസ്റ്ററുടെ കുടുംബത്തിൽ വെളിപ്പെട്ട് വരട്ടെ. ജോലി സ്ഥലത്ത് വെളിപ്പെട്ട് വരട്ടെ. എല്ലാ മേഖലയിലും ഉണ്ടായി വരട്ടെ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീർന്നു വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടുവരെയും അത്യുന്നതന്റെ ചിറന്മാരിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.